ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തോ ആരെങ്കിലും നിങ്ങളൊരു ബോറിംഗ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ലൈഫ് ബോറായി തുടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു ബോറിംഗ് പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ നന്നായി അറിയാവുന്ന ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു വിമർശനം നടത്തിയിട്ടോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചേഞ്ച് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ബോറിംഗ് പേഴ്സണാലിറ്റി മാറ്റിയെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നിങ്ങളെ ബോറിംഗ് പേഴ്സൺ ആക്കി മാറ്റുന്ന നിങ്ങളുടെ ഒന്നാമത്തെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പെരുമാറ്റ രീതിയാണ് നിങ്ങൾ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത്. ഒന്ന് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒന്ന് ഔട്ടിങ്ങിന് പോകുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സംതിങ് ന്യൂ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ലൈഫിൽ ഒരു കാര്യത്തിനും ഒരു രീതിയിലുമുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ, ഞാനും അപ്പോൾ ജോയിൻ ചെയ്യാം എന്ന രീതിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വയം ക്രിയേറ്റീവായി ഒരു രീതിയിലും ഒന്നും ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ഇൻവോൾവ്ഡ് ആകാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളെ ബോറിംഗ് ആക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഐഡിയാസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ രീതിയിൽ കുറച്ചുകൂടി ക്രിയേറ്റീവായി തിങ്ക് ചെയ്യുക, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇനി രണ്ടാമതായി നിങ്ങളെ ഒരു ബോറിംഗ് പേഴ്സൺ ആക്കി മാറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പുതുതായി ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളത്. എപ്പോഴും നിങ്ങൾ ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് സ്കിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതുതായി നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ചെയ്തു നോക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ താല്പര്യവും കാണിക്കാതെ മുന്നിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ ബോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള റൊട്ടീൻ തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതുമ ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്യൂരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യവും അവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്കും ഉണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബോറിംഗ് ഫീൽ ആയിരിക്കും. സോ പ്രത്യേകിച്ച് പുതിയ അവസരങ്ങൾ ഗ്രാബ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ അവസരങ്ങളിലേക്കൊന്ന് എത്തി നോക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാം, അല്ലെങ്കിൽ ആ പാഷന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ യാതൊരുവിധ രീതിയിലുള്ള ഒരു അഡ്വഞ്ചേഴ്സിനൊന്നും യെസ് പറയാതെ എല്ലാ കാര്യങ്ങൾക്കും നോ എന്ന രീതിയിലാണ് നിങ്ങൾ ഓരോ കാര്യത്തിനെയും സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളെ ബോറിംഗ് ആക്കി മാറ്റുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ് പോയിന്റിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് ഒരേ കാര്യമാണ്, അല്ലെങ്കിൽ ഒരേ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യം തന്നെ മാത്രം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ ബോറിംഗ് ആക്കുന്ന മറ്റൊരു കാര്യം. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും റിപ്പീറ്റേഷനാണ് ഫീൽ ചെയ്യുക. ഒരേ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരിൽ നിന്നൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനോ ഇല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. സോ അവിടെ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഫീൽ തന്നെയായിരിക്കും, അല്ലാതെ എക്സൈറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സർപ്രൈസിങ് ഫാക്ടർ അവിടെ ഉണ്ടാകില്ല. സോ സെയിം ടോപ്പിക് തന്നെയാണ് റിപ്പീറ്റേറ്റീവ് ആയി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ ബോറിംഗ് പേഴ്സൺ ആക്കി മാറ്റുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ, നിങ്ങൾ എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ പതിയെ പതിയെ നിങ്ങൾ ഒരു ബോറിംഗ് പേഴ്സൺ ആയി മാറും. ബിക്കോസ് നിങ്ങൾക്ക് എപ്പോഴും എന്തിനെ കുറിച്ചും പരാതി മാത്രമാണ് പറയാനുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അതില്ല, ഇതില്ല, ഇത്തരത്തിൽ എപ്പോഴും പരാതികൾ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കേൾക്കാൻ സാധിക്കുന്നത്.
നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നെഗറ്റിവിറ്റിയാണ് അവർക്ക് ഫീൽ ചെയ്യുക. ബിക്കോസ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ഇങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ വാക്കുകളിലൂടെ വരുന്നില്ല. എപ്പോഴും പരാതി അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പതിയെ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ബോറിംഗ് ആയി ഫീൽ ചെയ്യും. നെക്സ്റ്റ് വൺ, ഒരു ബോറിംഗ് പേഴ്സൺ ആക്കി മാറ്റും എന്നതിനേക്കാൾ ഉപരി നിങ്ങളോടുള്ള കംപ്ലീറ്റ് അട്രാക്ഷനും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു സ്വഭാവമാണിത്. അതായത് നിങ്ങളൊരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വ്യക്തി സംസാരിച്ച് തീരട്ടെ എന്നിട്ട് വേണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഓക്കെ ആ വ്യക്തി എപ്പോഴായിരിക്കും ഒന്ന് സംസാരിച്ച് കഴിയുക എന്നിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട് എന്ന രീതിയിലാണ് നിങ്ങൾ എപ്പോഴും പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുന്നതൊന്നും ലിസൺ ചെയ്യുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല, എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്, അവരൊന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സംസാരിക്കാമായിരുന്നു, ഇങ്ങനെ മൈൻഡിൽ ആ ഒരു തോട്ടില് സ്റ്റക്കായി നിൽക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരു ആക്റ്റീവ് ലിസൺ ചെയ്യാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരു ബോറിംഗ് പേഴ്സൺ ആക്കി മാറ്റും. എസ്പെഷ്യലി ഇങ്ങനെ ഉണ്ടാവുന്ന കോൺവെർസേഷനിൽ അവരെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കൃത്യമായി ആൻസർ കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കി മാറ്റാനോ നിങ്ങൾക്ക് സാധിക്കില്ല. ബിക്കോസ് ഇനി എന്താണ് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്, അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. സോ ഈ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ ബോറിംഗ് ആക്കി മാറ്റുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ, നിങ്ങൾ എപ്പോഴും ഹാപ്പിനെസ്സിന് വേണ്ടി മറ്റൊരാളെ സമീപിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ അവരെന്റെ കൂടെ ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ അവരോടൊപ്പം ഞാനൊന്ന് സംസാരിച്ചു കഴിഞ്ഞാലേ അല്ലെങ്കിൽ അവരുടെ ഒരു കോള് വന്നാലേ മെസ്സേജ് വന്നാലേ ഞാൻ സന്തോഷിക്കുള്ളൂ, അല്ലെങ്കിൽ അവൻ കൂടെ അല്ലെങ്കിൽ അവൾ കൂടെ വരട്ടെ എൻ്റെ കൂടെ എന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ എപ്പോഴും മറ്റൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളൊരു ബോറിംഗ് പേഴ്സൺ ആയി മാറും. ബിക്കോസ് നിങ്ങൾക്ക് സ്വയം കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല. സ്വയം നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു ബോറിംഗ് പേഴ്സൺ ആയി മാറും. ബിക്കോസ് എപ്പോഴും നമ്മൾ മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അതുണ്ടെങ്കിലേ അല്ലെങ്കിൽ അവരുണ്ടെങ്കിലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുള്ളൂ എന്ന രീതിയിലായി പോവും എന്നുള്ളതാണ്. സോ കണ്ടിന്യൂസ് ആയി ഇങ്ങനെയാണ് മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഉണ്ടെങ്കിലേ സന്തോഷിക്കാവൂ അല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുള്ളൂ എന്ന തോട്ടിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ ഒരു ബോറിംഗ് പേഴ്സൺ ആക്കി മാറ്റാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, നിങ്ങൾ എപ്പോഴും പ്രസന്റ് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ഒരാളോട് സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾ ഫോണിലാണ്, അതൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരത്തിൽ എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പ്രസന്റ് മൊമെന്റിനെ റൂയിൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും എൻജോയ് ചെയ്യാതെ പ്രസന്റ് മൊമെന്റ് കംപ്ലീറ്റ് ആയി നെഗ്ലക്ട് ചെയ്തുകൊണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ 100% ഇൻവോൾവ്ഡ് ആകാതെ എപ്പോഴും ഈ ഫോണിലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ബോറിംഗ് പേഴ്സൺ ആകും. എപ്പോഴും അത് നിങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആരാണോ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ വ്യക്തിക്കാണ് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ബിക്കോസ് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കലി നിങ്ങൾ അവിടെ ഉണ്ട്, പക്ഷേ നിങ്ങൾ മറ്റെന്തോ ഒരു കാര്യത്തിൽ എസ്പെഷ്യലി ഫോണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ ഔട്ടിങ്ങിന് പോയതായിരിക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങൾ അതിൽ 100% ഇൻവോൾവ്ഡ് അല്ല, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അവിടെ നടക്കുന്നത്. ബിക്കോസ് നിങ്ങൾ പാതി ഇതിലാണ് അല്ലെങ്കിൽ ഒരു 100% 90% ഫോണിലാണ്, ബാക്കി മാത്രമാണ് ഓക്കെ നീ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ നീ ഇത് ചെയ്തോ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇത്തരത്തിൽ ഒരു സപ്പോർട്ട് ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ബോറിംഗ് പേഴ്സൺ ആയി മാറും. ആൻഡ് ഫൈനലി നിങ്ങളെ ഒരു ബോറിംഗ് പേഴ്സൺ ആക്കി മാറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു കാര്യമോ പറയാനില്ല എന്ന രീതിയിലാണ്, ഒരു പക്ഷെ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങളെ
ബോറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മളൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബോറടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റോ ഫീൽ ചെയ്യുന്നില്ല, ഒരു പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് എന്ന രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ബോറിംഗ് പേഴ്സൺ ആണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്